ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. പൂച്ചക്കുട്ടന് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു കേട്ടോ. അവന് നല്ല ചുമ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പനി ഉണ്ടായിരുന്നു. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ എന്തോ ക്ഷീണിച്ച് ഭക്ഷണമൊന്നും വേണ്ട. ഞാൻ ഡെയിലി ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന അവിടെ പാല് അങ്ങനത്തതൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും അവൻ കഴിക്കുന്നില്ല. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും അവൻ കഴിക്കുന്നില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. പുറത്തൊക്കെ പോകാനും അവന് മടിയായിരുന്നു. എപ്പോഴും കിടത്തം. രാത്രിയും അതെ, പകലൊക്കെ ഇങ്ങനെ കിടത്തം തന്നെയായിരുന്നു. കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ ഞാൻ ഇന്ന് മാറും നാളെ മാറുമെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ ഞാനത് വെച്ചുകൊണ്ടിരുന്നില്ല. അവന് നല്ല ചുമച്ചുകൊണ്ടിരിക്കും. കുറച്ച് വെള്ളം നമ്മൾ കൊണ്ടു കൊടുത്താലോ പാല് കൊണ്ടു കൊടുത്താലോ ഒക്കെ ചുമയ്ക്കും. അങ്ങനെ ഞാൻ അവിടെ അടുത്തുള്ള മൃഗാശുപത്രി ഉണ്ട്, നമ്മുടെ വെറ്റിനറി ഒരു ഡിസ്പെൻസറി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ടോ. അവിടെ പോയിട്ട് ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞു, പൂച്ചേൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ക്ഷീണമാണ്, ഭക്ഷണമൊന്നും എടുക്കുന്നില്ല, ചുമയുണ്ട്, പിന്നെ ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതിനുള്ള മെഡിസിനൊക്കെ തന്നു. ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ORS ഒക്കെ നമ്മൾ കുടിക്കാറില്ല ഇങ്ങനെ ക്ഷീണം വരുമ്പോൾ, ഡീഹൈഡ്രേഷന്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ടൈമിനനുസരിച്ച് അവന് കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. നല്ലോണം സഹകരിക്കുന്ന പൂച്ചക്കുട്ടനാണ്, ഒന്നും ചെയ്യൂല. അതാണ് നമുക്ക് അവനോട് അത്രയും പാവം തോന്നുന്നത്. നമ്മളെ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ TV കാണുമ്പോഴൊക്കെ നമുക്ക് എന്ത് വേണം, നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അത്രയും ഒരു പാവമാണ്, ഒന്നും നമ്മളെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഇഷ്ടം അതിനോട് കൂടുതൽ തോന്നുന്നത്. എന്തായാലും അവൻ മെഡിസിനൊക്കെ കഴിച്ചു, അങ്ങനെ അകത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേന്ന് അവൻ കുറച്ചൊക്കെ ഉഷാറായി വന്നു കേട്ടോ. പുറത്തൊക്കെ പോകാൻ തുടങ്ങി. ഞാനങ്ങനെ വഴിയിൽ പോകുമ്പോഴൊക്കെ അവനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ കൂടെ, ഒരു ബ്ലാക്ക് കളറിലുള്ള, ആ പൂച്ചയായിട്ട് എപ്പോഴും ഇങ്ങനെ നടക്കും. അപ്പോൾ അതുകൊണ്ട് സുഖമില്ലാത്ത സമയത്ത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ഇപ്പം പിന്നെ ആൾ കൂളായിട്ടോ, പഴയ പോലെ തന്നെ മെഡിസിനൊക്കെ കഴിച്ചു. ഇപ്പം ഫുഡും വെള്ളവും ഒക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉഷാറായി. എന്താ പറയുക, നമ്മളെ വീട്ടിൽ എന്താ പറയുക, സ്ഥിരമായിട്ടുള്ളൊരു അംഗം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളെ ഈ മനുഷ്യന്മാരെ പോലെ തന്നെ നമുക്ക് തോന്നും. നമുക്ക് ഒരു അസുഖം പനിയോ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് എടുക്കൂല, ക്ഷീണം. അപ്പോൾ ആ പനിയൊക്കെ മാറുമ്പോൾ നമ്മളൊന്ന് ഉഷാറായി അല്ലേ, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അതേപോലെ തന്നെ മൃഗങ്ങളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പൂച്ചകളെയും നായകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അരുമകളൊക്കെ ഉള്ള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം.